ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിമെക് 36ലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒരു മിനിയേച്ചറായിട്ട് ഒരു ട്രീ ആണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയേക്കണതാണ്. അപ്പം സത്യം പറഞ്ഞാൽ ഈ സാധനങ്ങളെല്ലാം പാഴായിട്ട് കളയുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അപ്പം ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമുക്ക് നേരെ വർക്ക് ബെഞ്ചിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് മിനിയേച്ചർ ട്രീ ഉണ്ടാക്കാനായിട്ട് ഒരു സ്പോഞ്ച് വേണം. ഇത് വണ്ടിയുടെയൊക്കെ സീറ്റ് അപ്പോൾസ്റ്ററി ചെയ്യുന്ന ഒരു സൈസ് സ്പോഞ്ചാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ട്രീ ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ട്സ്, നമുക്കിതൊരു കത്രിക വെച്ചിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. എത്ര ചെറുതാക്കി കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ചെറുതായിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഫ്രണ്ട്സ്, അടുത്തെന്ന് വെച്ചാൽ നമുക്കിത് അരച്ചെടുക്കണം. നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുമ്പം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കുവാണെങ്കിൽ പെർഫെക്റ്റായിട്ട് കിട്ടും. ഇത് അരച്ച് കഴിഞ്ഞിട്ട് ആ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞാൽ മതി. നമ്മൾ ഡ്രൈ ആയിട്ടിട്ട് അരച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പെർഫെക്റ്റായിട്ട് കിട്ടില്ല, വലുതും ചെറുതുമായിട്ട് കിടക്കും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചിട്ട് പിഴിഞ്ഞെടുത്താൽ മതി. ഞാനതിനെ പിഴിഞ്ഞ് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല രസമായിട്ട് ഇതുപോലെ കിട്ടും. ഇനി നമുക്കിതിലോട്ട് കളർ ആഡ് ചെയ്യണം. ഞാൻ ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ് ആഡ് ചെയ്യണത്. നിങ്ങൾക്ക് ഷോപ്പിൽ മേടിക്കാൻ കിട്ടും. അപ്പോൾ ആ കളർ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഇത് മിക്സ് ആക്കി എടുക്കണം. ഞാനിതിൽ യൂസ് ചെയ്യുന്ന പെയിൻ്റ് എന്ന് വെച്ചാൽ ഫാബ്രിക് പെയിൻ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് യൂസ് ചെയ്യാം. ഏത് പെയിൻറ്റ് യൂസ് ചെയ്താലും കുഴപ്പമില്ല. അക്രിലിക്കോ ഫാബ്രിക്കോ ഏത് വേണേൽ യൂസ് ചെയ്യാം. നമ്മൾ എത്ര നേരം മിക്സ് ചെയ്യുന്നോ അത്രയും പെർഫെക്റ്റായിട്ട് അതിൽ കളർ പിടിക്കും. നല്ലപോലെ തിരുമ്മിയിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ എല്ലാ ഭാഗത്തും കളർ പിടിച്ച് നല്ല പെർഫെക്റ്റായിട്ട് ഇത് നമുക്ക് കിട്ടും. നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതിനെ ഡ്രൈ ആക്കി എടുക്കണം. കുറച്ച് നേരം വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും നമുക്കത്. ഇതിപ്പോൾ ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കി നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ ഇരിക്കും. ഇപ്പോൾ നല്ല വിട്ട് വരുന്നത് നല്ല ഡ്രൈ ആയി നല്ലപോലെ അരച്ചെടുത്താൽ ഇതേപോലെ നല്ല ചെറിയ ചെറിയ പീസായിട്ട് നമുക്കത് കിട്ടും. അത് ഞാൻ ഇതേപോലെ 2 കളർ ചെയ്തിട്ടുണ്ട്. ഒരു ഡാർക്ക് ഗ്രീനും ഒരു ലൈറ്റ് ഗ്രീനും. ഈ ലൈറ്റ് ഗ്രീൻ ഞാൻ നേരത്തെ ചെയ്തു വെച്ചതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വർക്കിലോട്ട് പോകാം. അപ്പോൾ നമുക്കിനി അടുത്തത് വേണ്ടത് ഇതേപോലെ ഹൈക്കേജിൻ്റെ ഒരു ഇലക്ട്രിക് വയറാണ്. ഹൈക്കേജ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് വരുന്ന ചെമ്പ് കമ്പിക്ക് ഇച്ചിരി ബലമുള്ളതാണ്. കേജ് കുറഞ്ഞാണ് അതിന് കട്ടി ഉണ്ടാവില്ല. ഇത് അത്യാവശ്യം കട്ടിയുള്ള. ഇതിന് നമുക്കൊരു 10 സെൻറ്റിമീറ്റർ നീളത്തിൽ 8 പീസ് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ ആ വയറ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗം കളഞ്ഞിട്ട് ആ ചെമ്പ് കമ്പി മാത്രം വെളിയിലോട്ട് എടുക്കണം. അതിന് ഒരു നൈഫ് വെച്ചിട്ട് നമുക്കത് കളഞ്ഞെടുക്കാം. നിങ്ങളിത് കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് കട്ട് ചെയ്യണം. ഒന്ന് തെന്നിയാൽ നമ്മുടെ കൈ മുറിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും സൂക്ഷിച്ച് കട്ട് ചെയ്യുക. ഈ വയറിൻ്റെ കുറച്ച് ഭാഗം കളഞ്ഞിട്ട് ഇതേപോലെ പുറത്തോട്ട് എടുത്തിട്ട് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നമുക്ക് ഊരിയെടുക്കാം. മൊത്തം ചെത്തിയെടുക്കേണ്ടി വരില്ല. ഇനി നമുക്ക് ആ ഊരിയെടുത്ത കമ്പി മടക്കിയിട്ട് അതിനകത്തോട്ടൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് പിരിച്ചെടുക്കണം. എന്നാലേ ഒരു കറക്റ്റ് ഒരു മരത്തിൻ്റെ ലുക്ക് നമുക്ക് കിട്ടുള്ളൂ. നല്ല പോലെ പിരിച്ചെടുത്തിട്ട് വേണം നമുക്കതിൽ ശിഖരങ്ങളുണ്ടാക്കാൻ.
അങ്ങനെ നമ്മളത് പിരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമുക്കതിൽ ശിഖരങ്ങളാക്കേണ്ടത്. അപ്പോൾ ഞാനത് രണ്ടായിട്ട് പകുത്തിട്ട് അത് 2 ശിഖരങ്ങളാണ് ചെയ്യണത്. അത് കഴിഞ്ഞിട്ടാണ് അതിൽ നിന്ന് ബ്രാഞ്ചസ് എടുക്കുന്നത്. അങ്ങനെ നമ്മളത് ബ്രാഞ്ചസൊക്കെ എടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് ഒരു മരത്തിൻ്റെ ഷേപ്പ് വന്നിട്ടുണ്ട്. ഇനി ആ എക്സ്ട്രാ കിടക്കണ ഈ തുമ്പ് ഭാഗമില്ലേ, നമുക്കൊരു ബോൾ പോലെ ഉരുട്ടി വയ്ക്കണം. എന്നാലേ നമുക്കതിലോട്ട് പശ കറക്റ്റായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ ആ കിടക്കുന്ന സാധനം കട്ട് ചെയ്ത് കളയണ്ട, അതെല്ലാം ജസ്റ്റ് ഒന്ന് മടക്കി ഒരു റൗണ്ട് പോലെ ആക്കി വയ്ക്കുക. ഇതിപ്പോൾ നമ്മൾ റൗണ്ടാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്യണം. പെയിൻറ്റ് ചെയ്യാനായിട്ട് ഇത് എവിടെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. ഞാൻ എൻ്റെ അടുത്ത് വൈസുള്ളതുകൊണ്ട് വൈസിലാണ് സെറ്റ് ചെയ്യണം. അപ്പം നമുക്കിത് വൈസിലോട്ട് വെച്ചിട്ട് ഇത് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാനൊരു ബ്രൗൺ കളറാണ് എടുത്തേക്കണത്. ആ ബ്രൗൺ കളറിൻ്റെ കൂടെ കുറച്ച് ഫെവിക്കോൾ കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നാലേ കറക്റ്റായിട്ട് അത് പിടിച്ചിരിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിതിന് ഇന്നും മൊത്തം ഒന്ന് പെയിൻറ്റ് അടിച്ചെടുക്കാം. ഞാനത് പെയിൻ്റ് അടിച്ച് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് കാണാനായിട്ട് ലുക്ക് ഒരു മരത്തിൻ്റെ ലുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മളുണ്ടാക്കിയ ആർട്ടിഫിഷ്യൽ ലീവ്സ് പിടിപ്പിക്കണം. അപ്പോൾ അതിന് മുമ്പ് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നമ്മൾ ആദ്യം ചെയ്ത് വെച്ചാൽ ഡാർക്ക് ഗ്രീൻ കളറും ആ ലൈറ്റ് ഗ്രീൻ കളറും കൂടി മിക്സ് ചെയ്തെടുക്കണം. എന്നാലേ കറക്റ്റ് ആ ഒരു ലുക്ക് കിട്ടുള്ളൂ നമുക്ക്. നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മരത്തിലോട്ട് ഇത് പിടിപ്പിക്കാം. ഇനി നമുക്കൊരു ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നമ്മൾ ആ റൗണ്ടാക്കിയ ഭാഗത്ത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യണം. എന്നിട്ട് നമ്മൾ ആ ഉണ്ടാക്കി വെച്ചേക്കണ ആർട്ടിഫിഷ്യൽ ലീവ്സ് അതിലോട്ട് വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് കറക്റ്റായിട്ട് ഇരുന്നോളൂ. നിങ്ങളുടെ അടുത്ത് ഗ്ലൂ ഗണ്ണ് ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫെവിക്കോൾ വെച്ചാണെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പശ വെച്ചിട്ട് നിങ്ങൾക്ക് അത് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമുക്കിതൊന്ന് മൊത്തം ഒട്ടിച്ചെടുക്കാം. നമ്മൾ ആ ഒട്ടിച്ചതിൻ്റെ പുറമെ 2-3 തവണ ഒട്ടിച്ചാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഒരു പെർഫെക്ഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ അതിന് കുറച്ച് വലിപ്പം തോന്നിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്കത് ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ ആർട്ടിഫിഷ്യൽ ട്രീയുടെ പണി ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഒരു സ്റ്റാൻഡിലോട്ട് വെച്ച് പിടിപ്പിക്കണം. ഞാനിവിടെ ഒരു എക്സോടെ തീർന്ന കവർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടപ്പിലോട്ടാണ് നമ്മളിത് പിടിപ്പിക്കാൻ പോകുന്നത്. നമ്മളെ അടപ്പിൻ്റെ സെൻറ്റർ ഭാഗത്തോട്ട് ഒരു ഗ്ലൂ കൊണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്.
ഞാനിവിടെ കുറച്ച് മെറ്റലിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ അതിൻ്റെ സൈഡിൽ വെച്ച് ഒട്ടിക്കാൻ പോകുന്നത്. നമ്മുടെ അടപ്പിൽ മെറ്റിലൊക്കെ വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കളർ ചെയ്യാം. അപ്പോൾ ഒരു നാച്ചുറൽ ലുക്ക് തോന്നും. ഞാനിവിടെ ആദ്യം അടിക്കുന്ന ഒരു ബ്ലാക്ക് കളറാണ്. ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് ഗ്രീൻ കളർ കൂടി അടിക്കുന്നുണ്ട്. നമ്മുടെ കല്ലിന് പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട നമ്മൾ ആദ്യം ചെയ്തെടുത്ത ഗ്രീൻ ലീവ്സ് ഇല്ലേ, ലൈറ്റ് ഗ്രീൻ, ഇത് കുറേശ്ശെ നമുക്ക് നമ്മുടെ ആ കല്ലിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ആർട്ടിഫിഷ്യൽ മിനിയേച്ചർ ട്രീയുടെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ പാഴായിക്കളാണ് സാധനങ്ങളൊക്കെ വെച്ച് തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്, കാണാൻ നല്ല രസമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം, മറക്കരുത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.